ഏതെന്ന് പറയുന്നത് അസ്യൂംഡ് ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം ഈ എക്സ് ബാർ എന്ന് പറയുന്നത് ഇത് അരിത്തമെറ്റിക് മീനിനെയാണ് കാണിക്കുന്നത്. അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത് ഏതാണ്? ഈ ഡി എന്നുള്ളതാണ്. എ ആണ് അസ്യൂംഡ് മീൻ എന്ന് പറയുന്നത്. ഈ ഡി എന്ന് പറയുന്നത് സം ഓഫ് ദ ഡീവിയേഷൻസ് ആണ്. ആൻഡ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ ചെയ്യാം? മൊത്തം ഇത് ചെയ്ത പോലെ തന്നെ ഇതിൽ നമ്മൾ എക്സ്ട്രാ എന്ത് കാണണം? അസ്യൂംഡ് ഡാറ്റാസും കൂടി ഇതിലാക്കി ചെയ്താൽ മതി. ഓക്കെ, അതാണ് അസ്യൂംഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഈ അസ്യൂംഡ് ഡാറ്റയിൽ തന്നെ ഒരു ഇക്വേഷൻ അത് അറേഞ്ച് ചെയ്യൂലേ? അതായത് ടോട്ടൽ എടുക്കുക, ടോട്ടൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ നമ്പേഴ്സ് എടുക്കുക, പിന്നെ അതിൻ്റെ അതിൻ്റെ കണ്ടൻറ്റുകൾ എടുക്കുക, പിന്നെ നമ്മൾ അതിൻ്റെ ഡീവിയേഷൻസ് കാണുക. ഡീവിയേഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് അരിത്തമെറ്റിക് മീൻ എന്നുള്ളതിൽ നിന്ന് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അരിത്തമെറ്റിക് മീൻ്റെ സ്റ്റെപ്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ഏതിൻ്റെയാണ്? മീനിൻ്റെ ഡയറക്റ്റ് മെത്തേഡ് ഫോം എന്ന് പറയുന്നത് സിഗ്മ എക്സ് ബൈ എൻ എന്നുള്ള രണ്ട് പാറ്റേഡാണ്. ഓക്കെ, ഇതിൽ തന്നെ നെക്സ്റ്റ് എന്ന് ഈ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആണ്. അതിൻ്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ഡീവിയേഷൻസ് ഉണ്ട്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡും കൂടി ഏതിൻ്റെ കൂടെ ഉണ്ട്? ഈ അരിത്തമെറ്റിക് മീനിൻ്റെ കൂടെ ഉണ്ട്. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്നുള്ളതും കൂടി ഏതിലുണ്ട്? ഈ അരിത്തമെറ്റിക് മീനിലുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ് എന്ന് പറയുന്നതും അത് കാണേണ്ട ഇതെന്ന് പറയുന്നത് സിഗ്മ എക്സ് ഡിനോട്ടഡ് AED/N. ഇതിൽ എക്സ്ട്രാ വരുന്നതെന്ന് വെച്ചാൽ എഫ് വരും. എഫ് എന്നത് എന്തിനെ കാണിക്കുന്നതാണ്? ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നതാണ്? ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ് ഡീവിയേഷൻസിൻ്റെ നെക്സ്റ്റ് അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പം കമ്പ്യൂട്ടർ അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് 3 തരത്തിൽ നമുക്ക് മീനിനെ കണ്ടുപിടിക്കുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡയറക്റ്റ് മെത്തേഡിലൂടെയാണ്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ കാൽക്കുലേഷനാണ് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അസ്യൂംഡ് മീൻ ഡാറ്റയാണ്. അസ്യൂംഡ് മീൻ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ അഡീഷണൽ ആയിട്ട് അസസ്മെൻറ്റ് ചെയ്യണം. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് അസ്യൂംഡ് ഡാറ്റാസിനെയാണ്. ആ അസ്യൂംഡ് ഡാറ്റാസിനെ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അത് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡീവിയേഷൻ ആണ്. സ്റ്റെപ്പ് ഡീവിയേഷൻ എന്ന് പറയുന്നത് മീനിലെ ലാസ്റ്റതാണ്. അത് അതിൽ എഫ് കൂടി വരുന്നുണ്ട്. ആ എഫ് വരുമ്പോൾ നമ്മൾ അത് ഫ്രീക്വൻസിനെയാണ് കാണിക്കുന്നത്. അപ്പം സ്റ്റെപ്പ് ഡീവിയേഷനിൽ അത് ഫ്രീക്വൻസിയും കൂടെ നമ്മളത് കണ്ടക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ സിഗ്മ എഫ് ഡി ഇത് എസ് ആണ്. സിഗ്മ എഫ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതാണ് അരിത്തമെറ്റിക് മീൻ എന്നുള്ളതിലുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അരിത്തമെറ്റിക്കിനെ കണ്ടിന്യൂസ് സീരീസിൽ നമ്മൾ അരിത്തമെറ്റിക് മീൻ ആഡ് ചെയ്താലുള്ളത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ഇൻ ദി കേസ് ഓഫ് കണ്ടിന്യൂസ് അത് ഈ ഒരു കാൽക്കുലേഷനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Direct method steps involved in a calculation arithmetic mean are calculated in a midpoint of each class. അത് പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്. അത് ഒന്ന് ചെയ്താൽ മതി. കുറേ നോട്ട് എക്സസൈസസ് അതിലുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് മീഡിയൻ ആണ്. മീഡിയൻ ഇത് പറഞ്ഞാൽ മീഡിയൻ ഈസ് ദ പൊസിഷൻ ഓഫ് വാല്യൂ ഓഫ് ഡിവൈഡഡ് ഇൻ എ സീരീസ് ഇൻ 2 equal part in a such way half of items above the value remaining below value in the median that value of variable which divide, അതായത് വാരിയബിൾ ഡിവൈഡ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകൾ അത് ഒന്നിൽ കൂടുതൽ 2 ഈക്വൽ ഗ്രൂപ്പ് ആവാം. കംപ്രൈസിങ് വാല്യൂസ് ഗ്രേറ്റർ ദാൻ ദ അതർ വാല്യൂ ലെസ് ദാൻ മീഡിയൻ. മീഡിയൻ ഈസ് കോൾഡ് ഇൻ പൊസിഷണൽ ആവറേജ്. പൊസിഷണൽ ആവറേജ് ആയിട്ടുള്ള ഗിവൺ ഒബ്സർവേഷൻ ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്, മീഡിയയിൽ നിന്ന് കിട്ടുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതുപോലെ ഈ മീഡിയൻ എന്ന് പറയുന്നതിൽ സച്ച് ഈക്വൽ നമ്പർ ഓഫ് ഐറ്റം ലിവ് ഐദർ മീഡിയൻ ഇസ് ഡിനോട്ടഡ്. മീഡിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് MED
അല്ലെങ്കിൽ എം ഡി എന്ന് ഇങ്ങനെ എഴുതുക, പിന്നെ എം ഡി, ഇങ്ങനെയാണ് മീഡിയനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് വാരിയബിൾസ് ആയിട്ടുള്ള പിന്നെ ഒന്നിൽ കൂടുതൽ പാർട്സിനെ ഡിവൈഡ് ചെയ്തെടുക്കുന്നതാണ് ഇത് മീഡിയനിൽ വരുന്നത്. അതിൽ ആവറേജ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ പാർട്സിനെ നമുക്ക് മീഡിയനെ ഡിനോട്ട് ചെയ്യുന്നത് എം ഡി എന്നുള്ളതാണ്. അതിൽ ഫസ്റ്റ് അതിൻ്റെ സ്റ്റെപ്സ് കമ്പ്യൂട്ടേഷനിലെ മീഡിയൻ കേസ് ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയനെ ഇൻഡിവിജ്വൽ സീരീസിൽ നമ്മളത് മെഷർ ചെയ്യുമ്പോൾ ആവറേജ് അല്ലെങ്കിൽ അറേഞ്ച് ദ ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിൽ അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ അത് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് അതായത് മീഡിയനിൽ നമ്മൾ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം, അസെൻഡിങ് ആണോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലാണോ എന്ന രീതിയിൽ നമ്മളത് ചെയ്യണം. അപ്പോൾ അസെൻഡിങ് ഓർഡർ ഇതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീഡിയൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അസേർട്ട് ചെയ്യുന്നത് n + n എന്നുള്ളതിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അത് ചെയ്യണം എന്ന് പറയുമ്പോഴേ നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഫുൾ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ ഇതത് n + n + n + 1/2 എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്. അത് നമുക്ക് ആ ഒരു മെത്തേഡിൽ നമുക്ക് മീഡിയനെ കാണാം. അതായത് ഇപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തന്ന പോലെ തന്നെ ഈ നമ്പേഴ്സിനെ തരിക, ആ നമ്പേഴ്സിനെ എന്ത് ചെയ്യുക, ഇത് അസെൻഡിങ് ഓർഡറിലാണോ ഡിസെൻഡിങ് ഓർഡറിലാണോ അതിനെ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് അത് നമുക്ക് എന്ത് ചെയ്യുക, ടോട്ടൽ ചെയ്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. നമുക്ക് ഏത് കിട്ടും, മീഡിയൻ നമുക്ക് അതിൽ നിന്ന് മെഷർ ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ മീഡിയനിൽ തന്നെ രണ്ട് തരത്തിൽ അല്ലെങ്കിൽ മീഡിയനിൽ തന്നെ രണ്ട് തരത്തിൽ വരുന്നുണ്ട്. അതായത് മീൻ തന്നെ രണ്ട് ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് ആയിട്ടും അൺഗ്രൂപ്പ്ഡ് ഡാറ്റാസ് ആയിട്ടും വരുന്നുണ്ട്. അത് ഞാനത് വിട്ടുപോയിരുന്നു. അപ്പോൾ ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെയുള്ള ആ ഒരു ആവറേജ് ഇതിനെയാണ് അത് ടോട്ടൽ ചെയ്തിട്ട് നമ്മൾ അത് ഗ്രൂപ്പ്ഡ് ഡാറ്റാസിലാണ് പെടുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് എന്നതായിരുന്നു ഇത് മീഡിയൻ എന്ന് പറയുന്നത് ഒരു അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ്. ഈ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയുന്നത് ഇതിൽ ഓഡ് വണ്ണിനെയും ഈവൺ നമ്പേഴ്സിനെയാണ് നമ്മൾ കൂടുതൽ ഇതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചെയ്യണം. അല്ലെങ്കിൽ ഓഡ് വൺസ് ആയിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് അൺഗ്രൂപ്പ്ഡ് ഡാറ്റാൻ്റെ ഓഡ് വൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സും ആയിരിക്കാം. ഇപ്പം നമ്പേഴ്സ് അല്ലെങ്കിൽ ഇത് മീഡിയം കാണുന്ന ഇതെന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്പേഴ്സ് ആൻഡ് ഇതിൽ അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിൽ ചെയ്യാമെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിപ്പോൾ 1 2 3 6 ഇങ്ങനെയുള്ളതാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ഇതിന് എന്ത് ചെയ്യുക, അതിനെ അസെൻഡിങ് ഓർഡറിൽ വേണമെങ്കിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ മീഡിയനിൽ തന്നെ ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് ഉണ്ട്. ഈ ഗ്രൂപ്പ്ഡ് ഡാറ്റാസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിളിൽ ഇതിൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് മീഡിയൻ ഓഫ് ദി x1ഉം f1ഉം അതിൽ CF, അതായത് CF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ് CF എന്ന് പറയുന്നത്. ഇപ്പോൾ x1 എന്ന് പറയുന്നതിൽ നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ x1 F1 പിന്നെ CF എന്നുള്ളതുണ്ട്. CF എന്ന് പറയുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെ കാണിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രീക്വൻസി മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് തന്നിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പ്ഡ് ഡാറ്റാസിൽ
മീഡിയൻ എന്ന് പറയുന്നത് നമ്മൾ ഈ സി എഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇതായിരിക്കും, ഈ 6 ഫസ്റ്റ് 1 ആയിട്ടുള്ള 6 ആയിരിക്കും നമ്മൾ സി എഫിൽ ഫസ്റ്റ് എടുക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സി എഫിൽ ഇതിനെ ഇവിടേക്ക് നമ്മൾ ആഡ് ചെയ്യുക 6 + 2, അപ്പോൾ ഇതായിരിക്കും നെക്സ്റ്റ് സി എഫ് എന്ന് പറയുന്നത് 8. നെക്സ്റ്റ് എന്ന് പറയുന്നത് 2 ആണ്, 8 + 2 10. അങ്ങനെ ഇങ്ങനെ ഗ്രൂപ്പ്ഡ് ആയിട്ടായിരിക്കും എന്ത് പോകുന്നത് ഈ സി എഫ് കാണുന്നത്. പിന്നെ ഇതിനെ നമ്മൾ ആഡ് ചെയ്തിട്ട് അത് ടോട്ടൽ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, മീഡിയൻ്റെ ടോട്ടൽ കിട്ടും. ഓക്കെ, അപ്പോൾ മൂന്നാമത്തേത് എന്ന് പറയുന്നത് മീഡിയൻ ആണ്. അപ്പോൾ മീഡിയൻ എന്ന് പറയുന്നത് ഇതിനെ മോർ വാല്യൂബിൾസിനെ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പാർട്സിനെ ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുന്നത്. മീഡിയനിൽ നമ്മൾ കാണേണ്ടത് n+n/1+/2 ആണ്. ഇതിൽ x1ഉം എഫും സി എഫും ഉണ്ട്. അതിൽ എന്ന് പറഞ്ഞാൽ ഇതിൽ ഗ്രൂപ്പ്ഡ് ഡാറ്റ മെത്തേഡിലാണ് മീഡിയൻ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞോ?